വാനം തെളിയും മുൻപേ സ്വന്തം പ്രകാശത്തിലിറങ്ങും. എൻ്റെ 16ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ ജോലിയാണിത്. സ്വകാര്യ മേഖലയിൽ കൊച്ചു കൊച്ചു തോട്ടങ്ങളിലൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഈ എസ്റ്റേറ്റിൽ ഞാൻ കയറുന്ന 86-ലാണ്. അപ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഉൾപ്പെടെ ഇവിടെ ജോലി ചെയ്ത് സമ്പാദ്യമൊന്നുമില്ല. ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വീട് നിങ്ങൾ കണ്ടു കാണും. ആ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിച്ചു പോവാം എന്നുള്ളതേ ഉള്ളൂ. മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരുന്നേ, ഒളിഞ്ഞിരുന്നാലും കരളിൻ്റെ ഇരുളിൽ വിളക്കായി തെളിയുന്നേ. 82 മുതൽ ഇറങ്ങിയതാണ്. രാഷ്ട്രീയപരമായിട്ട് ഇറങ്ങിയതാണ്. രാഷ്ട്രീയപരമായി ഇറങ്ങി നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ ആളുകളുടെ കഷ്ടപ്പാട് കാണുമ്പോഴത്തേക്ക് ആ ഒരു സേവനമായിട്ട് അങ്ങ് ഏറ്റെടുത്താണ്. വളരെ സത്യസന്ധമായി നിങ്ങളിൽ ഒരാളായി ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു മുദ്രാവാക്യമായിരുന്നു എൻ്റെ മനസ്സിൽ എന്നുള്ളത്. രണ്ട് തവണ ജനങ്ങൾ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്തയച്ചു. ഇന്ന് വിതുര പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. മെമ്പർ മാത്രമല്ല, ഞങ്ങളൊരു സഹോദര കൂടപ്പിറപ്പ് പോലെ തന്നെയാണ്. കാരണം നമുക്ക് എല്ലാ കാര്യത്തിനും എവിടെ വിളിച്ചാലും എന്ത് കാര്യം പറഞ്ഞിരുന്നാലും ഞങ്ങൾക്ക് അതിനുള്ളൊരു സഹായം ചെയ്തു തരണുണ്ട്. ആവശ്യങ്ങൾ പെട്ടെന്നറിയുന്ന, അറിയിക്കാവുന്ന പ്രിയപ്പെട്ട ഇടമാണ്. കാരണം അവരുടെ മെമ്പർ അവരെ പോലെ ഒരു തൊഴിലാളിയാണ്. ചെയർമാൻ എന്നുള്ള നിലയിൽ വരുന്നത് പദവിയാണ്. ആ പദവി എന്ന് പറയുന്നത് അലങ്കരിക്കാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾക്കൊപ്പം, തൊഴിലാളികൾക്കൊപ്പവും ജനങ്ങൾക്കൊപ്പവും പൊതുസമൂഹത്തിനൊപ്പം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. മരങ്ങൾക്കിടയിൽ തുടങ്ങി മനുഷ്യർക്കൊപ്പം അവസാനിക്കുന്ന നടത്തമാണ്. തൊഴിലിനും സേവനത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള മാനിഫെസ്റ്റോയാണ് ഈ മനുഷ്യൻ്റേത്. പ്രേംശശിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.